തൃശൂർ ഇരിങ്ങാലക്കുടയിൽ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവതിയുടെയും അമ്മയുടെയും മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. കൊല്ലപ്പെട്ട രേഖയുടെ രണ്ടാം ഭർത്താവ് പ്രേംകുമാറിനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, മരണം കൊലപാതകമെന്ന സ്ഥിരീകരണത്തിലേക്ക് എത്താനുണ്ടായ സാഹചര്യം എന്താണ്? അന്തിമമായ സ്ഥിരീകരണം പോലീസ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ നടത്തുകയുള്ളൂ. നിലവിൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലും വീട്ടിൽ നടത്തിയ ഫോറൻസിക് പരിശോധനകളുടെയും അടിസ്ഥാനത്തിലാണ് സംഭവം കൊലപാതകമാണെന്ന് പോലീസ് പറയുന്നത്. തൃശൂർ പടിയൂരിലെ വാടക വീട്ടിലാണ് അമ്മയും മകളുമായ മണിയും രേഖയും മരിച്ച നിലയിൽ ഇന്ന് കാണപ്പെടുന്നത്. ദിവസങ്ങളായി ഇവരെക്കുറിച്ച് വിവരമുണ്ടായിരുന്നില്ല. വാടക വീട്ടിന് പുറത്ത് ഇവരെ കണ്ടിരുന്നുമില്ല. ഇന്ന് വീട്ടിൽ നിന്നും ദുർഗന്ധമുണ്ടായതിനെ തുടർന്ന് പ്രദേശവാസികൾ ബന്ധുക്കളെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് ഇവർ വീടിനുള്ളിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. അതിനുശേഷം പോലീസ് തെളിവ് ശേഖരണവും മറ്റും നടത്തുകയുണ്ടായി. ഈ സമയത്ത് കൊലപാതകം ആണെന്നുള്ളൊരു സംശയമുണ്ടായി. മകൾ രേഖയുടെ മൃതദേഹത്തിനരികിൽ നിന്ന് മറ്റൊരാളുമായി നിൽക്കുന്ന ഒരു ഫോട്ടോയും ഇവർ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് എഴുതിയ കുറിപ്പും വീടിനുള്ളിൽ നിന്ന് കണ്ടെത്തി. രേഖയുടെ രണ്ടാം ഭർത്താവായ പ്രേംകുമാർ കോട്ടയം സ്വദേശിയാണ്. ഇയാൾക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖ കാട്ടൂർ പോലീസിൽ ഒരു പരാതി നൽകിയിരുന്നു. കുടുംബ പ്രശ്നങ്ങൾ സൂചിപ്പിച്ച് നൽകിയ പരാതിക്ക് പിന്നാലെയാണ് ഇവരുടെ മരണം സംഭവിക്കുന്നത്. ഇതിനുശേഷം പ്രേംകുമാറിനെ കാണാതാവുകയും ചെയ്തു. പോലീസ് ഇയാൾക്ക് വേണ്ടിയും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ പ്രേംകുമാർ കൊല നടത്തി രക്ഷപ്പെട്ടതാകാമെന്നുള്ളൊരു നിഗമനമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടി അന്വേഷണം വിപുലപ്പെടുത്തിയതായാണ് കാട്ടൂർ CA അടക്കമുള്ള ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ഈ കൊല്ലപ്പെട്ട രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടി വ്യക്തമാണ്. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവതിയുടെയും അമ്മയുടെ മരണം കൊലപാതകമെന്ന സ്ഥിരീകരണമാണ് ഇപ്പോൾ വരുന്നത്. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.